ജോണേട്ടാ, സുരേഷ് ഗോപി വിജയിച്ചു കഴിഞ്ഞ ശേഷം സുരേഷ് ഗോപിക്ക് ജനങ്ങളോടൊരു പ്രതിബദ്ധതയില്ലെന്നും ജനങ്ങൾക്ക് മുമ്പിൽ വലിയ ധാർഷ്ട്യത്തോടു കൂടിയാണ് പെരുമാറുന്നതെന്ന് പല ആൾക്കാർ പറയുന്നുണ്ട്. സുരേഷ് ഗോപി വിജയിച്ചതാണ് ഇവരുടെ എല്ലാ പ്രശ്നം. അറിയാലോ, ഇപ്പൊ സുരേഷ് ഗോപി പൂരം കലക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ പൂരം കലക്കാൻ സുരേഷ് ഗോപി ശ്രമിച്ചു എന്ന് പറയുന്ന പൂരപ്രേമികൾ കഴിഞ്ഞ പൂരം കലക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അതിന്റെ മുമ്പത്തെ പൂരം കലങ്ങി പോകാനായിട്ട് ഉള്ള ഒരു പ്രവണത ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇവർക്ക് ഉണ്ടാവാത്ത പൂരത്തിനോടുള്ള പ്രേമമാണ് കഴിഞ്ഞ തവണ സുരേഷ് ഗോപി പൂരം കലക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഇവരിപ്പോ പടച്ചു വിട്ടിരിക്കുന്നത്. അതിന് ഇവർ ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു ബിഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നിറങ്ങുന്നു. ആക്ച്വലി സുരേഷ് ഗോപി അന്ന് പൂരത്തിൽ പ്രശ്നമുണ്ടെന്ന് കണ്ട് സുരേഷ് ഗോപി രാത്രിയോടെ ഓടിപ്പടഞ്ഞെത്തിയതാണ്. ബാക്കി രണ്ടുപേര് വന്നില്ല. പൂരം കലക്കണമെങ്കിൽ സുരേഷ് ഗോപിക്ക് വരണ്ടല്ലോ, മാറി ഇന്ന് നോക്കിക്കൊണ്ട് നിന്നാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ സുരേഷ് ഗോപി വന്നു നിന്ന അത് അന്ന് സംഘപരിവാർ പ്രൊഫൈലുകളിലൊക്കെ ഭയങ്കര BGM ഒക്കെ ഇട്ട് അസതോമ സദ്ഗമയ എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നു. ആ വീഡിയോ ഇന്ന് അവർ കുത്തിപ്പൊക്കി കണ്ട സുരേഷ് ഗോപി വരുന്നത് എന്ന് പറഞ്ഞ വലിയ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ സുരേഷ് ഗോപി തൃശ്ശൂരിൽ തിരിച്ചെത്തിയിരിക്കുന്നു. തൃശ്ശൂരിനെ ഹൈടെക് ആക്കാനുള്ള ഒരു പദ്ധതിയാണ് സുരേഷ് ഗോപി കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം സുരേഷ് ഗോപി പ്രചാരണ സമയത്തെ പറഞ്ഞിരുന്നു, എൻ്റെ കയ്യിൽ 8 മോഡ്യൂളോ 9 മോഡ്യൂളോ എന്തോ ഉണ്ട് തൃശ്ശൂരിന് വേണ്ടിയിട്ട്. അതിൽ 3 മോഡ്യൂൾ ഞാൻ നടപ്പിലാക്കിയാൽ മതി എനിക്ക് അടുത്ത ടേമിൽ, അല്ലെങ്കിൽ അടുത്ത തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കാൻ പോകുന്ന BJP പ്രതിനിധിയാരാണോ അവർക്ക് അടുത്ത ടേം ഉറപ്പിക്കാമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അപ്പൊ ആ വാക്ക് ജനങ്ങൾ വിശ്വസിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അതിൽ ആദ്യത്തെ മോഡ്യൂളാണോ ഇപ്പൊ തൃശ്ശൂർ നടപ്പാവുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഒരു ആകാശപാത വന്ന് കണ്ടായിരുന്നോ? ഒരു ആകാശപാത കോട്ടയത്തൊരെണ്ണം പണിതിട്ടിട്ടുണ്ട്. അതിന്റെ പണി നടക്കുന്നില്ല, ഇതുവരെ പൂർത്തിയായിട്ടില്ല. ആകാശപാത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ശീതീകരിച്ച ആകാശപാതയാണ്. ഗണേഷ് കുമാർ പറയുന്നത് പൊളിച്ചു കളയണം. അത് കണ്ട് മറ്റേ കോട്ടയത്തുള്ള ഇപ്പൊ ഈ തൃശ്ശൂരുള്ള ശീതീകരിച്ച ആകാശപാത കണ്ട് അന്തം വിട്ട് കമ്മി കുട്ടന്മാരെല്ലാം പറയുന്നത്, ഇനിയിപ്പം ജനങ്ങൾ അതിനകത്ത് കയറിയിരുന്ന് തണുപ്പല്ലേ വെള്ളവടിയൊക്കെ തുടങ്ങും എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോരാത്ത കഴിഞ്ഞാൽ ഇവർ അതിന്റെ താഴെ മറ്റേ മുഹമ്മദ് റിയാസിന് അഭിവാദ്യം എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപി കൊണ്ടുവന്നാണെങ്കിൽ എന്തുകൊണ്ട് സുരേഷ് ഗോപി ഉദ്ഘാടനത്തിൽ വന്നിട്ട് എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് സുരേഷ് ഗോപി ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനമായിട്ട് തീരുമാനമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണ് അത്? തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണമാണ്. എല്ലാ റെയിൽവേ സ്റ്റേഷനും നവീകരിക്കുന്നുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് എന്തോരം റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നുണ്ട്, അവിടെ സ്ഥലം എടുത്ത് നവീകരിക്കുന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ എന്റെ പൊന്നു ഒരു രക്ഷയില്ല. സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, അതായത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനെ കാട്ടിലും പ്ലാറ്റ്ഫോമുണ്ട്. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇനി സ്ഥലമില്ല. കൊച്ചുവേളിയില് ഞാൻ നോക്കിയപ്പോ എന്റെ ചേട്ടാ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ പോലെ ഇരിക്കുന്നു കൊച്ചുവേളി. അത് കഴിഞ്ഞ് അപ്പുറത്ത് നമ്മുടെ നേമം റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഇപ്പൊ ഇതിപ്പോ 3 കൂടെ നവീകരിച്ച ശേഷം നമ്മുടെ നോർത്തും സൗത്തും എല്ലാം ആക്കാൻ പോവുക. നോർത്ത് സൗത്ത്, ഇപ്പൊ നേമം മാറി നോർത്ത് ആവും, ഇവിടെ മാറി സൗത്ത് ആവും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഇവിടെ നവീകരിക്കുന്നുണ്ട് എന്തായാലും. അപ്പൊ ഇതിൽ നിന്നും എന്ത് വ്യത്യസ്തമായിട്ടാണ് സുരേഷ് ഗോപി ഇവിടെ നവീകരിക്കാൻ പോകുന്നത്? റെയിൽവേ സ്റ്റേഷൻ തൃശ്ശൂരിൽ ഒരു ഇന്റർനാഷണൽ ലെവലിലാണ് ആ റെയിൽവേ, അതായത് നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പൊ കൊല്ലത്ത് ആ രീതിയിൽ റെയിൽവേ നവീകരണം നടക്കുന്നുണ്ട്. അത് താങ്കളുടെ ജില്ല കൊല്ലം ആയതുകൊണ്ട് പറയുന്നല്ല, ഒന്ന് കാണൂ. ആയിക്കോട്ടെ, അതുകൊണ്ടാണോ ഇന്ന് രാവിലെ ഇത്രയും താമസിക്കുന്നത്? റെയിൽവേ സ്റ്റേഷൻ നവീകരണം, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി വരണ്ടേ? റെയിൽവേ നവീകരണം നടക്കുന്നുണ്ട്. ട്രെയിൻ സമയത്ത് ഓടി കൊല്ലത്താരാ? പ്രേമേന്ദ്രൻ. കൊല്ലത്ത് പ്രേമേന്ദ്രൻ. പക്ഷെ പുള്ളി നല്ലൊരു MP ആണ്. അതെ, പുള്ളി കാര്യങ്ങള് കൃത്യമായിട്ട് ഫണ്ടൊക്കെ കറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്ത് കാര്യങ്ങൾ കറക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യും. ഇപ്പം നമ്മുടെ തൃശ്ശൂർ വരാൻ പോകുന്ന എനിക്ക് തോന്നുന്നു ഏറ്റവും മികച്ച റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷനാണ് അത്. നമ്മൾ പറയത്തില്ലേ, വിമാനത്താവളത്തിന്റെ അല്ലെങ്കിൽ എയർപോർട്ടിന്റെ ആ രീതിയിലുള്ള നവീകരണം ബാംഗ്ലൂരൊക്കെ വന്നു. ബാംഗ്ലൂർ, പിന്നെ വാരണാസി. കഴിഞ്ഞ ദിവസം വാരണാസിയിൽ പോയതിന്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടുത്തെ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. വാരണാസിയിൽ ചെവി പൊത്തിപ്പോകും. കാരണം ഹറി ബറിയാണ് വാരണാസി എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ടുള്ള ജനങ്ങളുടെ തിക്കും തിരക്കും. പക്ഷെ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് കാണുമ്പോൾ വിമാനത്താവളമാണോ റെയിൽവേ സ്റ്റേഷൻ ആണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ വികസിപ്പിക്കുകയാണ്. എനിക്ക് ഇന്ത്യയിലെ മിക്കവാറും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളെല്ലാം അത്തരത്തിൽ ഒരു ഇന്റർനാഷണൽ ലെവലിൽ ആ റെയിൽവേ സ്റ്റേഷനുകളെ മാറ്റുക. പണ്ടത്തെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കെട്ടിടം, അതിനകത്ത് രാത്രിയാകുമ്പോൾ കുറേ യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇല്ലാത്ത, ടിക്കറ്റ് എടുക്കാൻ ഒരു കൗണ്ടർ ഉണ്ടാവും, മറ്റ് സംവിധാനങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഉണ്ടാവും എന്നുള്ളതല്ലാതെ വലിയ റെയിൽവേ സ്റ്റേഷനുകളിൽ പോലും അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒക്കെ എടുക്കണമെങ്കിൽ നമ്മൾ തപസിരിക്കണം. അപ്പോൾ QR കോഡ് സ്കാൻ ചെയ്താൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് കിട്ടും. UTS എന്ന് പറയുന്നൊരു ആപ്പുണ്ട്. ആ ആപ്പ് വഴി നമുക്ക് കൗണ്ടറിൽ നിന്നില്ലെങ്കിൽ പോലും നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. UTS ആപ്പുണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിന് വലിയ പ്രാധാന്യം സർക്കാർ കൊടുക്കുന്നു, കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വൃത്തിയുള്ള ശുചിത്വമുള്ള സ്റ്റേഷൻ ഉണ്ടാകുക. ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ ആളുകൾക്ക് വന്നിരുന്നാൽ അവിടെ നിന്ന് പിന്നെ അടുത്ത ട്രെയിൻ വന്നാലും പോകാൻ തോന്നരുത്, അവിടെ തന്നെ ഇരിക്കണം. അപ്പോൾ ആ രീതിയിൽ സ്റ്റേഷനുകളെ നവീകരിക്കുക. അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ റെയിൽവേ സംവിധാനം മികച്ചതാണെങ്കിലും
പൊതുവെ നമ്മുടെ ട്രെയിനുകളെ കുറിച്ച് ഈ പാശ്ചാത്യ രാജ്യങ്ങൾ യൂറോപ്യൻസിലുള്ള ഒരു പരാതി എന്ന് പറയുന്നത് വൃത്തിയില്ല എന്നുള്ളൊരു പരാതിയാണ്. ട്രെയിനുകൾക്ക് വൃത്തിയില്ല, തുരുമ്പ് പാട്ട പോലെയാണ്, അല്ലെങ്കിൽ അതിനകത്ത് കയറുമ്പോൾ തന്നെ സത്യമാണ്. അതെ അതെ. അപ്പൊ അതൊക്കെ മാറ്റാനുള്ള ശ്രമം വന്ദേ ഭാരത് എനിക്ക് തോന്നുന്നു വന്ദേ ഭാരത് ഒരുപാടായി കഴിയുമ്പോഴേക്ക് ഈ പഴയ ട്രെയിനൊക്കെ അങ്ങ് ഡീകമ്മീഷൻ ചെയ്യും. എന്നിട്ട് വന്ദേ ഭാരത് ആ വന്ദേ ഭാരതിനകത്ത് പോലും തുപ്പി വൃത്തിയിടാക്കുന്ന വൃത്തിയിട്ടവന്മാരുണ്ട്. ഉണ്ട്. ചില ട്രെയിനിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ആളുകളുടെ മനോഭാവമാണ്, റെയിൽവേ കുറ്റം പറയേണ്ട, ആളുകളുടെ മനോഭാവമാണ് അതിനകത്ത്. സീറ്റ് കുത്തി കീറുക, തുപ്പുക, വണ്ടിക്ക് വന്ദേ ഭാരതിന് കല്ലെറിയുക, അങ്ങനെയുള്ള അത് വേറൊരു തരം അസുഖമാണ് വന്ദേ ഭാരതിന് കല്ലെറിയുക എന്നൊക്കെ പറയുന്നത്. ചില വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്തായാലും സുരേഷ് ഗോപി ഈ അടുത്തായിട്ട് അദ്ദേഹത്തിന് ഈ നമ്മൾ വാർത്തകളിലൊക്കെ അദ്ദേഹത്തിന് ഒരു പിന്നോട്ട് വലിയലുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് പോയി അദ്ദേഹം സ്വയം എന്താണ് മാധ്യമങ്ങളിൽ നിന്നൊക്കെ അകലെ, അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ തന്നെ മാറാനുള്ള ഒരു ശ്രമവും മാധ്യമങ്ങൾ പിന്നാലെ കൂടുകയൊക്കെ ചെയ്യുന്നു. അദ്ദേഹത്തിന് ആ അബദ്ധത്തിൽ വീഴണ്ടെന്നൊരു പക്ഷേ തോന്നിക്കാണും. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും കേട്ടിട്ട് അതിനെ വലിയൊരു തരത്തിൽ വാർത്തയാക്കി ആഘോഷിച്ച് അദ്ദേഹത്തെ അങ്ങനെ ആഘോഷിക്കേണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം മാറി നിന്നത്. പക്ഷെ എന്തായാലും അദ്ദേഹം ധനുഷ് നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പ്ലാനുകൾ ഓരോന്നായി നടപ്പിലാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ ആദ്യത്തെ ഘട്ടം എന്നുള്ള രീതിയിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ്. പലതവണ ആ വഴി പോകാനും അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ വഴി സഞ്ചരിക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ ഈ പറയുന്നത് പോലെ വലിയൊരു സംവിധാനം ആ റെയിൽവേ സ്റ്റേഷനിൽ നിലവിലില്ല. പ്രധാനപ്പെട്ട സ്റ്റേഷനാണ്, പക്ഷേ വലിയ പണ്ട് ഈ ബോംബ് സ്ഫോടനം നടന്ന് 2 പേര് മരിച്ച, 2 പേരാണോ ഒരാളാണോ എനിക്ക് ഓർമ്മയില്ല, അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് കുറേ വർഷം മുമ്പ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ. ട്രെയിനകത്ത് ബോംബ് സ്ഫോടനം നടന്ന് അങ്ങനെ വാർത്തകൾ ഇടം നേടിയ സ്റ്റേഷൻ കൂടിയാണ് തൃശ്ശൂർ. അപ്പോൾ ആ സ്റ്റേഷൻ തൃശ്ശൂരുകാരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ തൃശ്ശൂരുകാർക്ക് അഭിമാനകരമായ രീതിയിൽ സുരേഷ് ഗോപി അതിന് മുൻകൈ എടുത്ത്, ഈ റെയിൽവേ സ്റ്റേഷൻ വികസനം എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് MP-മാരാണ് അതിന് മുൻകൈ എടുക്കുക. അത് അവരുടെ ക്രെഡിറ്റ് ആണത്. അടിച്ചെടുക്കാൻ പറ്റില്ല. ഇല്ലില്ല, അതൊന്നും പറ്റത്തില്ല. അത് കൃത്യമായും ആ MP ഫണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പോയി പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ കണ്ട്, റെയിൽവേ ഉദ്യോഗസ്ഥരെ കണ്ട്, അവർക്ക് പല റെയിൽവേ ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാൽ വേറൊരു കൊമ്പത്തിരിക്കുന്ന ആളുകളാണ്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്തി സ്റ്റേഷൻ നവീകരണമായാലും ട്രെയിനായാലും അല്ലെങ്കിൽ ആ തരത്തിലുള്ള റെയിൽവേയുടെ സംവിധാനങ്ങൾ, ഇപ്പോൾ ഒരു സ്റ്റോപ്പ് റെയിൽവേയുടെ അനുവദിക്കണമെങ്കിൽ പോലും MP വിചാരിച്ചാൽ നടക്കും. ഇപ്പം നമ്മുടെ രാജഗോപാലൊക്കെ കേന്ദ്രമന്ത്രിയായിട്ടിരുന്ന സമയത്തൊക്കെ ഈ അമൃത എക്സ്പ്രസ് ഒക്കെ അനുവദിച്ച് അതാണ്. അപ്പോൾ ഈ അത്തരം ഒത്തിരി സാധ്യതകളുണ്ട്. അതുപോലെ അഹമ്മദ് എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായി. അഹമ്മദും റെയിൽവേയുടെ മന്ത്രി ആയിരുന്നപ്പോൾ കുറേ കാര്യങ്ങൾ അദ്ദേഹവും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ MP വിചാരിച്ചാൽ റെയിൽവേയുടെ വികസനത്തിന് ഒട്ടേറെ കാര്യങ്ങൾ അത് പരിശ്രമിച്ചാൽ നടത്താൻ പറ്റും. പക്ഷെ പല MP-മാരും ആ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിലോ, ഇപ്പോൾ സുരേഷ് ഗോപി MP ആയിരുന്ന സമയത്ത് തന്നെ ഒരു അമൃത് പദ്ധതി വഴിയും പിന്നെ മറ്റ് പദ്ധതികൾ വഴിയും തൃശ്ശൂരിന് വേണ്ടി, തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി, അതേ മണ്ഡലത്തിന് വേണ്ടിയാണ് തോന്നുന്നു 700 കോടി രൂപയാണ് എത്തിച്ചത്. 700 കോടി. അന്ന് മാധ്യമങ്ങൾ പറയുന്ന വാർത്ത ഞാൻ കേട്ടതാണ്. അപ്പോൾ 24-ലെ വേണു ബാലകൃഷ്ണനൊക്കെ പറയുന്നുണ്ടായിരുന്നു, അന്ന് സുരേഷ് ഗോപി ഈ MP ആകുന്നതിന് മുമ്പ് ഒരു MP പോലും അല്ലാത്തൊരു മനുഷ്യൻ ഇത്രയും കോടി എത്തിക്കാമെങ്കിൽ സുരേഷ് ഗോപി MP ആയാൽ, കേന്ദ്രമന്ത്രിയായാൽ എന്ത് തൃശ്ശൂരിന് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയണം എന്ന് പുള്ളി പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതുപോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ സുരേഷ് ഗോപി ഇപ്പം എത്ര നാളായി? സുരേഷ് ഗോപി ഇപ്പം കഴിഞ്ഞ മെയിലല്ലേ റിസൾട്ട് വന്നത്? ഇപ്പൊ ഒക്ടോബർ ആയിട്ടല്ലേ ഉള്ളൂ. ഇനി 5 കൊല്ലം കിടക്കുകയാണ് സുരേഷ് ഗോപി. ആ 5 കൊല്ലത്തിൽ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ സുരേഷ് ഗോപി എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു മണ്ഡലത്തിലെ യാത്രാ സൗകര്യം, ഒരു മണ്ഡലത്തിന്റെ മുഖച്ഛായ അതാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ് നമുക്ക് ഓർമ്മ വരുന്നത്? ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ശേഷം റെയിൽവേ സ്റ്റേഷൻ. അതിനെ ഓവർകം ചെയ്യാനാണ് ഇവിടെ KSRTC ബസ് ടെർമിനൽ കൊണ്ടുവന്നത്. അതിന്റെ ഗതി കണ്ടായിരുന്നു. അതിങ്ങനെ പോലെ കെട്ടിയിട്ടേക്കും അവിടെ. അത് ഈ കോഴിക്കോട് ബസ് സ്റ്റാൻഡ് അതുപോലെയാണ്, കണ്ടാലും ഒരു ഗുഹയിലേക്ക് കയറുന്ന പോലെ ഇരിക്കും. അതുപോലെ ഈ കൊല്ലത്തെ ജില്ലയെ നമ്മൾ ഓർക്കുമ്പോൾ എന്താ, ബസ് സ്റ്റാൻഡ്, കോഴിക്കോട് ബസ് സ്റ്റാൻഡ്, കൊല്ലം ജില്ലയെ ഓർക്കുമ്പോൾ എന്താ നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരിക നമുക്ക്? കൊല്ലം ജില്ലയെ നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷൻ ട്രിവാൻഡ്രത്ത് എന്ന് പറയുമ്പോൾ കൊല്ലത്തെ ഓർക്കുമ്പോൾ എന്തോ? കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അല്ല, കൊല്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലത്തെ ഓർക്കുമ്പോൾ ഒരു മുഖച്ഛായ എന്ന് പറയുന്ന ഒരു കൊല്ലത്തിന്റെ മുഖച്ഛായ എന്ന് പറഞ്ഞാൽ കൊല്ലം പെട്ടെന്ന് നമുക്ക് ഓർമ്മ, കൊല്ലം നഗരത്തില് ക്ലോക്ക് ടവർ ഉണ്ടായിരുന്നു. ക്ലോക്ക് ടവർ ഇപ്പോഴും ഉണ്ട്. ക്ലോക്ക് ടവർ, പിന്നെ കടൽ, ഈ പടിഞ്ഞാറ് കടലും മനോഹരമായ കടലുണ്ട്.
ഇങ്ങോട്ട് ചെന്നാൽ മലയോര പ്രദേശമാണ്, തെന്മല അങ്ങനെയുള്ള മലയോര മേഖലയുണ്ട്, കായലുണ്ട്. അല്ല ഇത്രയും സാധനങ്ങൾ വേണ്ട, ഒരു മുഖച്ഛായ ഞാൻ ചോദിച്ചുള്ളൂ. നമ്മൾ ആലപ്പുഴ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുട്ടനാട് ഓർമ്മ വരും. പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ എന്താ തൃശ്ശൂർ എന്ന് മറ്റേ വടക്കുന്നാഥന്റെ ക്ഷേത്രം ഓർമ്മ വരും. തിരുവനന്തപുരം ആണെങ്കിൽ പെട്ടെന്ന് നമ്മളൊരു ട്രിവാൻഡ്രത്തിന്റെ ഒരു ഫോട്ടോ വയ്ക്കുകയാണെങ്കിൽ അതിനകത്ത് മാൻഡേറ്ററി ഒരു പിക്കാണ് ഈ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ. കൊല്ലത്തിന്റെ പിക്ക് ഞാൻ പറഞ്ഞതാ, കൊല്ലത്തിന്റെ പിക്ക് വെക്കുമ്പോൾ എപ്പോഴും അതിനകത്ത് ഈ ക്ലോക്ക് ടവർ, അത് പണ്ട് രാജാവിന്റെ കാലത്ത് വെച്ച ക്ലോക്ക് ടവർ ആണ് നഗരമധ്യത്തിൽ. നിങ്ങൾ ഇതുവരെ രാജഭരണകാലത്ത് ഇങ്ങോട്ട് എത്തിയില്ല, അടി കടക്കും. ജനാധിപത്യത്തിലേക്ക് വരൂ, ഇവിടെ സംവിധാനങ്ങൾ പലതും. ഞാൻ പറഞ്ഞ ആ കാലത്ത് വെച്ചത് അതിനെ മെയിൻറ്റെയിൻ ചെയ്തു. കൊല്ലത്തിന്റെ ഒരു കൊല്ലം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ ചീനക്കൊട്ടാരം ഉണ്ട്. ചീനക്കൊട്ടാരം എനിക്ക് തോന്നുന്നു റെയിൽവേയുടെ വികസനം വന്നപ്പോൾ അത് പൊളിച്ചു കളഞ്ഞെന്ന് തോന്നുന്നു. ശരി. അപ്പൊ ഈ ഗംഭീരമായിട്ട് കേരളത്തിലല്ല ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം റെയിൽവേ വികസനങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മികച്ച ഒരു റെയിൽവേ സ്റ്റേഷൻ നമുക്ക് തൃശ്ശൂർ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും.